നമസ്കാരം. കരീബിയൻ ദ്വീപുരാഷ്ട്രമായ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി സൈനിക സന്നാഹം ശക്തമാക്കുന്നു. കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ മേഖലകളിലെ സൈനിക നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സദേൺ കമാൻഡ് പ്രമുഖ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സും അതിനു കീഴിലുള്ള യുദ്ധക്കപ്പൽ വ്യൂഹവും കരീബിയൻ കടലിൽ എത്തിയതായി സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. ക്യൂബൻ ഭരണകൂടത്തിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഈ ഒരു നീക്കം. ക്യൂബയ്ക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി സ്വീകരിച്ചാൽ ക്യൂബൻ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം വിശകലനം നടത്തി വരികയായിരുന്നു. ക്യൂബയിൽ നിന്നുമുള്ള സാധ്യമായ തിരിച്ചടികളെയും പ്രതിരോധ നീക്കങ്ങളെയും കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ആരംഭിച്ചതായാണ് പ്രമുഖ രാജ്യാന്തര വാർത്താ മാധ്യമമായ CBS റിപ്പോർട്ട് ചെയ്യുന്നത്. വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള രണ്ട് ഉദ്യോഗസ്ഥർ പേര് വെളിപ്പെടുത്തരുത് എന്ന നിബന്ധനയോടെ ഇക്കാര്യം സംസാരിക്കുകയായിരുന്നു. ക്യൂബയ്ക്കെതിരെ സൈനിക നീക്കം നടത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വ്യക്തമാക്കി. ഒരു പ്രസിഡന്റിന് തീരുമാനമെടുക്കാൻ ആവശ്യമായ സൈനിക പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഇത്തരം രഹസ്യാന്വേഷണ വിശകലനങ്ങൾ സാധാരണയായി ഉൾപ്പെടുത്താറുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. ക്യൂബ ആക്രമിക്കപ്പെട്ടാൽ ഉണ്ടാകാനിടയുള്ള തിരിച്ചടിയെ എങ്ങനെ നേരിടും എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഹവാനയും വാഷിംഗ്ടണും തമ്മിലുള്ള സംഘർഷം വരും ദിവസങ്ങൾ കൂടുതൽ രൂക്ഷമാകും എന്നാണ് ഒരു സൂചന. ക്യൂബയ്ക്കുമേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്നതിലാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഇതിനു പുറമെ വൻകരയെ ആക്രമിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സൈനിക ഡ്രോണുകൾ ക്യൂബ കൈക്കലാക്കി എന്ന വാർത്തകൾ പുറത്തുവന്നതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമായി 300-ലധികം മിലിറ്ററി ഡ്രോണുകളും ക്യൂബ വാങ്ങിയിട്ടുണ്ട് എന്നും ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ അവർ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നും പ്രമുഖ മാധ്യമമായ എക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് മേഖലയിൽ പെട്ടെന്നുള്ള സൈനിക വിന്യാസത്തിന് നെ പ്രേരിപ്പിച്ചത്. ആക്രമിച്ചാൽ ചോരപ്പുഴ ഒഴുകുമെന്ന് ക്യൂബൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണം ഉണ്ടായാൽ അത് വലിയൊരു ചോരപ്പുഴയിൽ കലാശിക്കും. ഇക്കാര്യമാണ് ക്യൂബൻ നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നത്. ക്യൂബയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളുമുള്ള ബന്ധം അങ്ങ് വഷളായത്. തങ്ങൾ ഒരു രാജ്യത്തിനും ഭീഷണിയല്ല എന്നും എന്നാൽ രാജ്യം ആക്രമിക്കപ്പെട്ടാൽ സ്വയം പ്രതിരോധിക്കാൻ ക്യൂബ സജ്ജമാണ് എന്നും പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ്-കാനൽ വ്യക്തമാക്കി. ക്യൂബ അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ ഒരു തരത്തിലുള്ള ഭീഷണിയും ഉയർത്തുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് കണക്കുകൂട്ടലുകൾക്കപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ചോരപ്പുഴയ്ക്ക് കാരണമാകും. ഒരു സൈനിക ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള സമ്പൂർണവും നിയമപരവുമായ അവകാശം ക്യൂബയ്ക്കുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ ക്യൂബൻ അംബാസഡർ എർണസ്റ്റോ സോർബോൻ ഇതേ മുന്നറിയിപ്പ് ആവർത്തിച്ചു വ്യക്തമാക്കി. ആരെങ്കിലും ക്യൂബയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ക്യൂബ ശക്തമായി തിരിച്ചടിക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നതാണ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും പ്രധാന ലക്ഷ്യം. നേരത്തെ വെനിസുലയിൽ നിക്കോളാസ് മഡൂറോയെ ഭരണകൂടത്തെയും പുറത്താക്കാൻ വിപുലമായ സൈനിക സന്നാഹം ഒരുക്കിയതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ക്യൂബയ്ക്ക് ചുറ്റും യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്നത്.